എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പേഴ്സണൽ ബൗണ്ടറീസിനെ കുറിച്ചാണ്. ഓക്കെ, യു നീഡ് പേഴ്സണൽ ബൗണ്ടറീസ്, ഹൗ ടു സെറ്റ് ദം എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്ന സ്വഭാവമുള്ള ആൾക്കാർ നിങ്ങളുടെ ഇടയിലുണ്ടോ, അത് നിങ്ങൾ തന്നെയാണോ എന്ന് നിങ്ങളൊന്ന് നോക്കണേ. നമ്മളെല്ലാവർക്കും വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യും. ഓക്കെ, നമ്മളെല്ലാവർക്കും വേണ്ടി അവൈലബിൾ ആയിരിക്കും. നമ്മളെപ്പോഴും അവരെ സഹായിച്ചുകൊണ്ടിരിക്കും, മറ്റുള്ളവരിങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമുക്കൊരാവശ്യം വരുമ്പോൾ ആരും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ 2 ദിവസം ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒന്ന് വിളിക്കുകയോ ചെയ്യാതിരിക്കുമ്പോൾ ആരും നമ്മളെ തിരിച്ചു വിളിക്കില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മെൻ്റൽ ഹെൽത്താണ് ഡാമേജ് ആവണത്, അല്ലേ? അങ്ങനെ ഉള്ള ആൾക്കാരാണോ നിങ്ങൾ? അപ്പോൾ നമ്മളൊരു പേഴ്സണൽ ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ട ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയുള്ള ആൾക്കാരാണ് പേഴ്സണൽ ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഓരോരോ കണ്ടീഷൻസ് വെച്ച് നോക്കാം. സോ ഇത് ഓരോന്നും നോക്കുമ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഉണ്ടോ അതോ നിങ്ങളുടെ കൂട്ടുകാർക്കുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക കേട്ടോ. സോ ഉണരുമ്പോഴും ഉറങ്ങി എണീക്കുമ്പോഴും അതേപോലെ ഉറങ്ങാൻ കിടക്കുമ്പോഴൊന്നും നമുക്ക് വലിയ സന്തോഷമില്ല. പക്ഷെ നമ്മുടെ ജോലി സ്ഥലത്തൊരു പ്രശ്നമുണ്ടോ? ഇല്ല. നമ്മുടെ ഫാമിലിയിലൊരു പ്രശ്നമുണ്ടോ? ഇല്ല. പക്ഷെ നമുക്ക് എന്താണെന്നറിയില്ല, നമുക്ക് സന്തോഷമില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഇങ്ങനെയുള്ളവർ ഒരു പേഴ്സണൽ ബൗണ്ടറി ആവശ്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ സെൽഫ് ലവിനെ അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫിനെ മറന്നുകൊണ്ട് മറ്റുള്ളവർക്ക് ഭയങ്കരമായിട്ട് അവൈലബിൾ ആയിരിക്കും. എന്ന് വെച്ചാൽ ഓക്കെ, എൻ്റെ കാര്യം കുഴപ്പമില്ല, എൻ്റെ കൂട്ടുകാരൻ്റെ കാര്യം നടക്കണം, ആ സാധനം മനസ്സിലായോ? ഇത് കൂട്ടുകാരന് മാത്രമല്ല, എല്ലാവരുടെയും കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെയുള്ള ആൾക്കാരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു പേഴ്സണൽ ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ട ആൾക്കാരാണ്. ഇനി മൂന്നാമത്തെ കാര്യം, നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇടും, പക്ഷെ നിങ്ങളുടെ ഹാപ്പിനെസ്സോ നിങ്ങളുടെ നീഡോ ഒന്നും നിങ്ങൾ കൺസിഡർ ചെയ്യില്ല. ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ, ഇത് സ്ത്രീകളിലായിരുന്നു പണ്ട് കൂടുതലായിട്ട് കാണപ്പെടുക. എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ആവശ്യങ്ങളും പറഞ്ഞ് നമ്മുടെ മക്കൾ നന്നായിരിക്കട്ടെ എന്ന് വിചാരിച്ച് എഫേർട്ട് ഇടുന്ന അമ്മമാർ കൂടുതലല്ലേ? സോ നിങ്ങൾക്കും കുറച്ച് പേഴ്സണൽ ബൗണ്ടറി ഒക്കെ വേണം കേട്ടോ. ഇനി മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും അതിന് യെസ് മാത്രമേ പറയുള്ളൂ, അത് ചെയ്തു കൊടുക്കില്ല എന്നൊന്നും പറയില്ല. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിലും നമ്മൾ മാക്സിമം നമ്മൾ ഓക്കെ ഞാൻ ചെയ്യാതോളാം, ഞാൻ ചെയ്യില്ല എന്ന് ഒരിക്കലും ഒരാളോടും പറയില്ല. യെസ് മാത്രം പറയുന്ന ആൾക്കാർ. പക്ഷേ അതിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ നിങ്ങൾക്ക് സമയമുണ്ടോയെന്നോ അതിൽ നിങ്ങൾക്ക് എനർജി ഉണ്ടോ അത് ചെയ്യാനുള്ളതെന്നൊന്നും നിങ്ങൾ കൺസിഡർ ചെയ്യാതെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് പറഞ്ഞാലും യെസ് പറയാം. ഇങ്ങനെയുള്ള സൈൻ ഉണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഇത് പീപ്പിൾ പ്ലേസിങ് സ്വഭാവമാണ്. നിങ്ങൾക്കൊരു പേഴ്സണൽ ബൗണ്ടറി ആവശ്യമാണെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലും ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഏതെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണൽ ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ട ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, രാത്രി ഒരു ഫോൺ കോൾ വന്നു, നമ്മൾ എസ് പറയുമ്പോൾ അവിടെ നമ്മൾ നോ പറയുന്നത് നമ്മുടെ ഉറക്കത്തോടാണ്, അല്ലേ? നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾ നമ്മൾ ഭയങ്കര സെൽഫിഷ് ആണെന്ന് കരുതുന്ന ആൾക്കാർ, നമ്മുടെ സന്തോഷത്തിന് പ്രയോറിറ്റൈസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ഉറക്കത്തിന് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക, നമ്മുടെ പഠനത്തിന് പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ അയ്യോ ഞാൻ സെൽഫിഷ് ആയിട്ടാണ് പെരുമാറുന്നത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ, ഇവരൊക്കെ പേഴ്സണൽ ബൗണ്ടറി ചെയ്യേണ്ട ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പേഴ്സണൽ ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോണത്. നമ്മൾ എന്തിനോട് യെസ് പറയുന്ന ആ സ്വഭാവം അങ്ങോട്ട് നിർത്തുക. ഓക്കെ, നമ്മൾ എല്ലാത്തിനോടും യെസ് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ നോ തന്നെ പറയണം. സോ ഇതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഒരാൾ നിങ്ങളോടൊരു ആവശ്യം ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിൻ്റെ പർപ്പസ് എന്താണ്? ഇതെനിക്ക് ചെയ്യാൻ പറ്റുന്നതാണോ? ഇത് ഞാൻ യെസ് പറയേണ്ട ഒരു കാര്യമാണോ? അപ്പോൾ ഇത് ഞാൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ എന്തെല്ലാം ഞാൻ എനിക്ക് വേണ്ടി ത്യജിക്കേണ്ട വരിക എന്നുള്ളൊരു അവെയർനെസ് നിങ്ങൾക്ക് ഉണ്ടാവണം. സോ ഇതൊക്കെ നിങ്ങൾ നോക്കുക. എന്നിട്ട് നന്മ ചെയ്യേണ്ടെന്നല്ല, പക്ഷെ നമ്മുടെ സെൽഫ് കൺസിഡർ ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമ്മളൊരു പേഴ്സണൽ ബൗണ്ടറി നമുക്കും വേണം, എല്ലാവർക്കും അത് ആവശ്യമാണ്. സോ ഇത് നിങ്ങളുണ്ടോ നോക്കണേ. നമുക്കിങ്ങനെ സംസാരിച്ചൊക്കെ പോവാം, അല്ലേ? ഓക്കെ, ബൈ.